ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ അങ്ങനെ ഗോട്ട് മൂവി രാവിലെ പോയി കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, വെങ്കട് പ്രഭുവിൻ്റെ മൂവിയാണ്. നമ്മുടെ തളപതി വിജയ് അഭിനയിക്കുന്ന ഗോട്ട് മൂവി അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയിട്ട് വന്നിട്ട് ക്ഷീണം കാരണം ഇരുന്ന് പോയി. പിന്നെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് പടമോടെ, ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. സോ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് പോയത് കൊണ്ട് നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റും കാര്യങ്ങളും ഒന്നുമില്ല. ആവറേജ് മൂവി അത്രേ ഉള്ളൂ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അച്ഛനും മോനും തമ്മിലുള്ള ഒരു ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ എന്താ പറയുക, കുറെ അധികം ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പടത്തിന് ആരും അങ്ങനെ വലിയ കുറ്റം പറയത്തില്ല. പിന്നെ വെങ്കട് പ്രഭു ഇപ്പോൾ റീസെന്റ് വന്ന കുറച്ച് ഇന്റർവ്യൂവിനകത്ത് പുള്ളിയുടെ വക കുറച്ച് ക്യാമിയോസും പിന്നെ കുറച്ച് ഇന്റർവൽ ബോക്സിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ പുള്ളിയുടെ ആയിട്ട് കുറച്ച് ഹൈപ്പുകൾ കയറ്റി ആ ഒരു പ്രതീക്ഷയെ പോയി കണ്ടവർക്ക് എല്ലാവർക്കും ഭയങ്കര നിരാശയാണ് ഉണ്ടായത്. സോ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഒന്നും അല്ല പോയത്. ഇത് ഇത്രയൊക്കെ ഉള്ളൂ, ഭയങ്കര നമ്മൾ ലിയോ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ പോലെ പ്രതീക്ഷിച്ച് പോകണ്ട എന്ന് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും, പടം എന്താണെന്നും എങ്ങനെയാണെന്നും ഏതാന്നൊക്കെ ഉള്ളതൊക്കെ. ഇതിനകത്ത് റോൾസും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചെയ്തതൊക്കെ നല്ല രീതിക്ക് തന്നെയാണ്. കാസ്റ്റിംഗ് ഒക്കെ ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ കമ്മിങ് ടു ദ വിജയ് ക്യാരക്ടറിലോട്ട് വരുമ്പം എനിക്ക് ആക്ച്വലി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് യങ് ക്യാരക്ടർ ചെയ്ത ആ ഒരു ഇതാണ്. ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഈ അച്ഛൻ റോള് ചെയ്ത വിജയ് ഭയങ്കര വീക്കാണ്. പുള്ളിയുടെ ആ ഒരു വെപ്പതാടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതങ്ങോട്ട് ഒരു ഡൈജസ്റ്റ് ആവാത്ത രീതിക്കൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. യങ് വിജയുടെ റോൾ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവൽ ബ്ലോക്ക് തൊട്ട് അങ്ങോട്ട് നല്ല രസമാണ്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ഒരു ഓൾമോസ്റ്റ് 97% അല്ലെങ്കിൽ 95% യങ് വിജയാണ് കൊണ്ടുപോയേക്കുന്നത്. സ്റ്റോറി ഭയങ്കര പ്രിഡക്റ്റബിളാണ്. നമുക്കറിയാം ഇതെന്താണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാം സ്റ്റോറി എന്താണ്, ഏതാണ്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാകും. എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ യങ് വിജയുടെ ഒരു സോങ് നമ്മളെല്ലാവരും കണ്ടപ്പം നമ്മൾ വിജയുടെ ആ ഒരു കോലത്തിനെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ബട്ട് അത് സിനിമ വന്നപ്പോഴത്തെ ആക്ച്വലി അവർ കുറച്ചും കൂടെ അത് സംഭവം ഡീറ്റെയിൽ ചെയ്ത് അത് കുറച്ച് നമുക്ക് നമുക്ക് കുറച്ചും കൂടെ ഡൈജസ്റ്റ് ആവുന്ന രീതിക്ക് അത് അവർ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ അച്ഛൻ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ മോൻ ക്യാരക്ടറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ആ ഒരു ക്യാരക്ടറാണ് കുറച്ച് പടങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ ക്യാമിയോ റോൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര വലിയ ക്യാമിയോ റോൾസും കാര്യങ്ങളൊന്നുമില്ല. ക്യാമിയോ ഒക്കെ ഉണ്ട്, ബട്ട് എന്നാലും അതൊക്കെ വേണമായിരുന്നോ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും ചെറുതായിട്ട് കോമഡികളൊക്കെ ഉണ്ട്, ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൊന്നുമല്ല. പാട്ടിന്റെ കാര്യം പറയുമെങ്കിൽ യുവൻ ശങ്കർ രാജ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പടവും പാട്ടും തമ്മിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സീൻസ് തമ്മിൽ വളരെ മിസ്മാച്ചിങ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചില സീൻ കഴിഞ്ഞിട്ട് ഈ പാട്ട് വരുമ്പം അതങ്ങോട്ട് കണക്ട് ആകത്തില്ല. കാരണം ഈ സീൻ കഴിഞ്ഞിട്ട് ആ പാട്ട് വേണോ വേണ്ട എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇത് സയൻസ് ഫിക്ഷൻ പടമാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് ചക്കയാണ് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. ഭയങ്കര ആൾക്കാർ ഞാൻ കുറേ പേരുടെ വീഡിയോ ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര പ്രൊഡക്ഷനാണ്. ബട്ട് ഗൈസ്, ആ പ്രൊഡക്ഷൻസ് ഒക്കെ ഭയങ്കര തെറ്റാണ്. നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇത് നമ്മൾ ആ പ്രൊഡക്റ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ കണ്ട പ്രൊഡക്ഷൻ പോലെ ഒന്നും അല്ല മൂവി. നോർമൽ മൂവിയാണ്. പിന്നെ ലാസ്റ്റിൽ കൊണ്ട് എന്തൊക്കെയോ ഒരു സാധനമൊക്കെ ഇടുന്നുണ്ട്, ബട്ട് അതിന് എന്താണ് ഏതാണെന്ന് അറിയത്തില്ല. ബട്ട് അതൊന്നും അത്ര വലിയ സാറ്റിസ്ഫൈഡും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ഇന്റർവെൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എത്ര വെച്ചുള്ള ഒരു ഫൈറ്റും പിന്നെ ഒരു റിവീലിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു അറ്റംപ്റ്റ് എടുക്കുകയാണ്. അതിനകത്ത് അവർ 100% വർക്കായോ അല്ലെങ്കിൽ 100% അവർ സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്നാൽ പോലും അത്യാവശ്യമൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അവർ എഫേർട്ട് ഇട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തന്നെയാണ് ഡ്യൂപ്പ് ഇല്ലാണ്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് ഞാൻ കേൾക്കുന്നത് റൂമേഴ്സ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ട്രൂ. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് അറ്റംപ്റ്റ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നൈസാണ് പടം. ഒരു വൺ ടൈം വാച്ചബിൾ, അത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്ഷനും ഇല്ലാണ്ട് പോയി കാണുക. ഒരു ആവറേജ് പടം. പിന്നെ ഹൈപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഓക്കെ ആയിരിക്കും. ഞാൻ ഒരു വിജയ് പടം കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല, ആർക്കും ഉണ്ടായില്ല. ഞാൻ തിയേറ്ററിൽ ഇരുന്നവരോട് തന്നെ എല്ലാവരും പറയുന്നത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വന്നത് ഡിസപ്പോയിൻമെന്റ് തന്നതെന്നാണ് ഓൾമോസ്റ്റ് അവിടെ ഇരുന്ന എല്ലാവരും പറയുന്നത്. സോ നമുക്കൊരു വിജയ് പടം കണ്ടതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ആ ഫീൽ അനുഭവിച്ചത് നമ്മൾ ലിയോ കണ്ടപ്പോഴാണ്. എൻ്റെ മോനെ, ഞാൻ 2 പ്രാവശ്യം കണ്ട പടം തിയേറ്ററിൽ തന്നെ പോയി. ഫസ്റ്റ് ഡേ തന്നെ രാവിലെ വൈകിട്ടും കണ്ട പടം. അപ്പം ഒരു വിജയ് പടം കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്നാലും ചുമ്മാ കണ്ടിരിക്കാം.
ഓൾമോസ്റ്റ് 180 മിനിറ്റ്സ് ആണ് പടം, 3 മണിക്കൂർ സംതിങ് എന്തുകൊണ്ട് പടം. ബട്ട് 3 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല. പിന്നെ ഭയങ്കര ലാഗും കാര്യങ്ങളൊന്നുമില്ല, പടം കണ്ട് തീർക്കും, ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് സംഭവം, ഒരു ആവറേജ് പടമാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ചേട്ടാ.